ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല ഷോർട്സ് കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പട്ടിക്കാട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുഷൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നെല്ലാം വളരെ സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്യണേ. അപ്പോൾ കുഷൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണ നേരത്തെ എൻ്റെ മുഖത്ത് എന്തായിരുന്നൊരു ചിരി. അത് കഴിഞ്ഞ് നമ്മൾ മെബ്ലൈൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ചെറുതായിട്ടാണ് എഴുതി കൊടുത്താണ്. ഞാൻ അല്ലെങ്കിൽ വലുതായിട്ടാണ് എഴുതാറ്. ഇന്ന് ചെറുതായിട്ട് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പതിവ് പോലെ തന്നെ നമ്മൾ ഐടെക്സിൻ്റെ പൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിപ് ലൈനും കൂടെ ചെയ്തിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണത്. ഡാസ്ലറിൻ്റെ 23 ഷെയ്ഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രയറൊക്കെ വെച്ചിട്ട് മുടി ഒന്ന് ഉണക്കി ഞാൻ മുടി കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഉണങ്ങിയ ശേഷം പോണ്ടിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ മോതിരം പിന്നെ വാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേകളിൽ നിന്ന് ചെരുപ്പ് മേടിക്കണം, ക്ലാസ്സിൽ കൊണ്ടുപോകാൻ കുറച്ച് മിഠായും പിന്നെ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ മേടിക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നമ്മൾ ക്രിസ്മസിന് ഇട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കൊറിയൻ ടോപ്പും നമ്മുടെ ബാഗ് ഇട്ടിട്ടാണ് പോകുന്നത്. ബർത്ത്ഡേ ഗേൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ പോവാണ്. നമ്മൾ ലവിങ് ഗ്രൂപ്പിലാണ് കേട്ടോ പോകണേ. ലവിങ് ഗ്രൂപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 3:10 തിരിച്ച് വരും. തിരിച്ച് തന്നെ ലവിങ് ഗ്രൂപ്പിലാണ് പോകുന്നത്. പട്ടിക്കാട് സെൻറ്ററിൽ ഇറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കയറി പോകും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഞാൻ ഒന്ന് ഫിച്ചൊക്കെ എടുത്തതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ നിൽക്കണേ ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിന്നത്. തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെയാണ് ഞാൻ ബസ് കയറാൻ വേണ്ടി നിൽക്കുക സ്കൂളിൽ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഞാൻ ഓടിപ്പോയിരുന്നത് ഷട്ടർ ഇട്ടൊരു സീറ്റിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പകുതിക്ക് എത്തിയപ്പോൾ ഞാൻ ബാക്കിൽ സീറ്റിൽ പോയിരുന്നു. അവിടെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് ഓടിപ്പോയിരുന്നത്. പക്ഷേ നമുക്ക് മിസ്സായി ഗൈസ്. സാരമില്ല, നമുക്ക് അടുത്ത കൊല്ലം വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എൻ്റെ അനിയത്തി തൊട്ടപ്പുറത്താണ് പോയിരുന്നത്. അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ശല്യമുണ്ടാകുന്ന വിചാരിച്ചിട്ടപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഇന്ന് ബസ്സിൽ ഭയങ്കര തിരക്കുറവാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3:15 ആയപ്പോൾ ആ ടൈമിൽ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ പിന്നെ സ്കൂളിൽ വിട്ട് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞങ്ങൾ ആ ടൈമിലാണ് വരാറ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ബസ്സിൽ ഭയങ്കര തിരക്കുറവാണ്. പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ചില്ലായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പട്ടിക്കാട് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ പട്ടിക്കാട് സെൻറ്ററിലാണ് കേട്ടോ ഇറങ്ങണേ. അപ്പോൾ ഞാൻ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലം ത്തിൻ്റെ വീഡിയോ കണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തേക്കാണ് കേട്ടോ എൻ്റെ അനിയത്തി. അപ്പോൾ കണ്ട സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം കൂടെ പറ്റുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പട്ടിക്കാട് പഞ്ചായത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചായത്തിൻ്റെ അവിടെ നമ്മൾ വെയിറ്റിംഗ് ആണ് ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പട്ടിക്കാട് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ പോണ വഴിക്കാണ് എൻ്റെ സ്കൂൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കര എന്താ പറയുക മിസ്സിങ് ഒക്കെ തോന്നിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് LP സ്കൂളാണ് കേട്ടോ. പട്ടിക്കാട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തെയാണ് എൻ്റെ സ്കൂള്. ഞാൻ 9th ഉം 10th കൂടെയായിരുന്നു പഠിച്ചത്. എൻ്റെ അനിയത്തി ഇപ്പോൾ ഇവിടെ ആണ് കേട്ടോ പഠിക്കുന്നത് +1. ഞാനിപ്പോൾ പഠിക്കുന്നത് സെൻറ്റ് ലൈസിലാണ് കേട്ടോ. തൃശ്ശൂർ സെൻറ്റ് ലൈസിൽ +1 +2. ഭയങ്കര മിസ്സിങ് ആയിരുന്നു എനിക്കത് കണ്ടപ്പോൾ. 10th ഒക്കെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ പട്ടിക്കാട് സെൻറ്ററിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ 3 ഷോപ്പിലേക്കാണ് കേട്ടോ പോകണേ. അപ്പോൾ എന്താണ് നമ്മൾ ലാലിസിലേക്ക് കയറിയപ്പോൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ ബാഗുകൾ, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ കോസ്മെറ്റിക്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബാഗുകൾ, ചെരുപ്പുകൾ, പിന്നെ ട്രാവൽ ബാഗുകൾ, കുറേ ചെരുപ്പുകൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ചെരുപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ചെരുപ്പുകൾ എടുത്തായിരുന്നു. അത് ഇട്ട് നോക്കിയപ്പോൾ ചെറിയതായിരുന്നു. അപ്പോൾ വലുത് എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ നടന്ന് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. തിരക്കുറവായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ഒക്കെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിലായിരുന്നു ഞാൻ പണ്ട് ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ബാഗുകളില്ലേ കോളേജിലൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ബാഗുകളൊക്കെ ഞാൻ കണ്ടുപിടുത്താണ് പോയപ്പോൾ. പിന്നെ കുറേ ചെരുപ്പുകൾ നമ്മുടെ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ചെരുപ്പുകളില്ലേ കുറേ സ്റ്റോൺസൊക്കെ വെച്ചിട്ട്, അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ കണ്ടു. പിന്നെ അല്ലാണ്ട് നമുക്ക് നോർമലി ഡെയിലി യൂസിന് പറ്റുന്ന ചെരുപ്പുകൾ, പിന്നെ നമ്മുടെ ക്രോക്സ്, പിന്നെ പിൻട്രസ്റ്റ് വൈബിൾ ചെരുപ്പുകൾ ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്തവണ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ. പിന്നെ ക്രോക്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫ്ലവറൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ
നോർമൽ വീട്ടിൽ കൂടി ഇട്ട് കിടക്കുന്ന ചെരുപ്പുകൾ, പിന്നെ കുഞ്ഞു പിള്ളേർ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ടൂൾ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റ് ഷൂസ്. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടപ്പുറത്തെ സെക്ഷനിലും കൂടെ പോയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ അവളവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് നോക്കിയപ്പോൾ കുറേ പാത്രങ്ങൾ, ഇവിടെ ഓരോ സെക്ഷൻസ് ആയിട്ടാണ് ഓരോ ഐറ്റംസ് ഉള്ളത്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം എല്ലാം ഉണ്ട്. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് വീട്ടിലേക്ക് വേണ്ടിയുള്ള. കാസറോള്, പിന്നെ നമ്മുടെ കുക്കൊക്കെ ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ നമ്മൾ പൈസ ഒക്കെ ഇട്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ബാഗുകളില്ലേ, അത്. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ബാഗുകളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ള ബാഗുകൾ, പിന്നെ ചെരുപ്പ് മീൻസ് വലിയ ആൾക്കാർക്കില്ലേ, നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ളത് അങ്ങനത്തെ. പിന്നെ നമ്മുടെ ട്രാവൽ ബാഗുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഷോപ്പിലേക്ക് വിട്ടതാണ്. രണ്ടാമത്തെ ഷോപ്പിലേക്ക് നമുക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ ഷോപ്പിൽ പോയപ്പോൾ അവൾക്കൊരു കിവി ഗ്രീൻ കളർ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിസ്ത ഗ്രീനും ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അവൾ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ 3 ഷോപ്പും വന്നിട്ട് പട്ടിക്കാടാണ് കേട്ടോ. അപ്പോൾ ലാലീസ് പട്ടിക്കാട് സെൻറ്ററിലാണ്. ഈ 3 ഷോപ്പും പട്ടിക്കാട് സെൻറ്ററിലായിട്ടാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ അമ്മാമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അമ്മാമ്മ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കവറിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് പട്ടിക്കാട് സെൻറ്ററിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ പട്ടിക്കാട് സെൻറ്ററിലാണ് അപ്പോൾ നിൽക്കണേ. ഭയങ്കര തിരക്കുറവാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ഒരു എന്താ പറയുക ടൈം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു. അങ്ങനെ ഗൈസ്, അപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ബസ് കയറാൻ വേണ്ടി നിന്നു. അപ്പോൾ ആദ്യം ഒരു ബസ് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് കണക്ഷൻ ബസ് വന്നിട്ട് 4:20 കണ്ണാറയിൽ നിന്ന് എടുക്കുക. ആ ബസ്സിലാണ് കേട്ടോ ഞാൻ രാവിലെ സ്കൂളിൽ പോവുക. അപ്പോൾ പെട്ടെന്ന് ആ ബസ്സിൽ തന്നെ കയറി പോകുന്നുണ്ടാകുമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ബസ് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ബസ്സിൽ പോകാമെന്ന്. രണ്ടാമത്തെ ബസ് നോക്കി ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് മൂന്നാമത്തെ ബസ്സിൽ പോകാൻ അനിയത്തിയോട് പറഞ്ഞു. മൂന്നാമത്തെ ബസ്സിൽ കയറി അവിടെ എത്തിയപ്പോൾ ബസ് പോയി ഗൈസ്. പിന്നെ നമ്മൾ പകുതി ദൂരം നടന്നു. എന്നിട്ട് ഓട്ടോ വിളിക്കാനോട്ടോ ചെയ്ത്. ഇതാണ് ഗൈസ് എനിക്ക് പറ്റിയ അബദ്ധം. ഇങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ എന്താ പറയുക, ബസ് മിസ്സായ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ബസ്സിൽ പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുകയായിരുന്നു. തിരക്കാണെങ്കിലും ഒന്ന് കയറിയെങ്കിൽ നല്ലതായിരുന്നു, വെറുതെ ബസ് മിസ്സാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ റിഗ്രറ്റൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ വീട്ടിലേക്കുള്ള വഴി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഗൈസ്. ബസ് കിട്ടിയില്ല. നമ്മൾ പകുതി വെച്ചിട്ട് ഓട്ടോയിലാണ് കേട്ടോ വന്നത്. നമ്മൾ വീട്ടിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.